ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. ഡിജിറ്റൽ ഇന്ത്യയുടെ പിതാവ് എന്ന് രാജീവ് അറിയപ്പെടുന്നു. കമ്പ്യൂട്ടർ വൽക്കരണത്തിന് തുടക്കം കുറിച്ചത് രാജീവ് ഗാന്ധിയാണ്. ഇന്നത്തെ സോഫ്റ്റ്വെയർ രംഗത്തെ ഇന്ത്യയുടെ കുതിച്ചുകയറ്റത്തിന് രാജ്യം നന്ദി പറയേണ്ടത് രാജീവിനോടാണ്, അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിനോടാണ്. കമ്പ്യൂട്ടർ ബോയ് എന്നും പൈലറ്റ് എന്നും ഒക്കെ വിളിച്ച് CPM-ഉം BJP-യും രാജീവിനെ വല്ലാതെ ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ സാങ്കേതിക മേഖലയിലെ ഇന്ത്യയുടെ കുതിച്ചുകയറ്റത്തിന് രാജീവ് ഗാന്ധിയോടാണ് രാജ്യം കടപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയിൽ കമ്പ്യൂട്ടർ ബുക്കിംഗ് കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയാണ്. റെയിൽവേയിൽ ഒരുപാട് പേർക്ക് ജോലി പോകും എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ടിക്കറ്റ് റിസർവേഷന് എതിരെ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. പക്ഷെ അപ്പോഴും അന്നത്തെ ആ സാങ്കേതിക സംവിധാനം തന്നെയാണ് റെയിൽവേ ഇപ്പോഴും തുടരുന്നത്. ഇന്ത്യയിൽ ടെലികോം വിപ്ലവം നടപ്പിലാക്കിയത് രാജീവ് ഗാന്ധിയാണ്. ട്രങ്ക് കോൾ ബുക്ക് ചെയ്ത് ദിവസങ്ങളോളം കാത്തിരിക്കാതെ ഒരൊറ്റ ഡയൽ വഴി ഇന്ത്യയിൽ എവിടെയും വിളിക്കാൻ കഴിയുക എന്ന വലിയ വിപ്ലവം അദ്ദേഹം നടപ്പിലാക്കി. ടെലിഫോൺ ബൂത്തുകൾ രാജീവ് ഗാന്ധിയുടെ ആശയമായിരുന്നു. ഭരണഘടനയുടെ 73, 74 ആർട്ടിക്കിൾ അമെൻഡ് ചെയ്തുകൊണ്ട് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഇന്നത്തെ പഞ്ചായത്ത് മുനിസിപ്പൽ സംവിധാനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും അധികാരവും കൊണ്ടുവന്നത് രാജീവിന്റെ കാലത്തായിരുന്നു. പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ 33% സ്ത്രീ സംവരണം രാജീവ് ഗാന്ധിയുടെ മറ്റൊരു നേട്ടമായിരുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഉന്നത നിലവാരമുള്ള സ്കൂളുകൾ എന്ന സ്വപ്നം നടപ്പിലാക്കാൻ 1986 പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അവതരിപ്പിച്ചു. വിദ്യാഭ്യാസം ഗ്രാമീണ തലം വരെ ലഭിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയായിരുന്നു ഈ വിദ്യാഭ്യാസ നയം. നവോദയ വിദ്യാലയം കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയായിരുന്നു. രാജ്യത്ത് ദീർഘകാലമായി നിലനിന്ന ഖാലിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിച്ചത് രാജീവ് ഗാന്ധിയുടെ വലിയൊരു നേട്ടമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ വധത്തിനു പോലും കാരണമായ പഞ്ചാബിലെ പ്രശ്നങ്ങൾക്ക് രാജീവ് ഗാന്ധി ഒത്തുതീർപ്പുണ്ടാക്കി. പഞ്ചാബിൽ ദിവസേന എന്നോണം അരങ്ങേറിയ സ്ഫോടന പരമ്പരകൾക്ക് അവസാനം കുറിച്ചത് രാജീവ് ഗാന്ധിയായിരുന്നു. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ സമാധാനമുണ്ടാക്കാൻ കഴിഞ്ഞതും രാജീവിന്റെ വലിയ നേട്ടമാണ്. അയൽ രാജ്യങ്ങളായ മാലിദ്വീപിലും ശ്രീലങ്കയിലും ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇന്ത്യ സൈനികമായി ഇടപെട്ടത് രാജീവിന്റെ നേതൃത്വത്തിലാണ്. മാലിദ്വീപിൽ വിമതരുടെ ആക്രമണം നടന്നപ്പോൾ അമേരിക്കയെ ആശ്രയിക്കാതെ മാലി പ്രസിഡന്റ് അബ്ദുൽ ഖയൂം സഹായത്തിനായി സമീപിച്ചത് രാജീവ് ഗാന്ധിയെയാണ്. ശ്രീലങ്കയിലെ സിംഹളീസ് ആക്രമണം നേരിടാൻ ശ്രീലങ്കൻ ഭരണാധികാരി സമീപിച്ചതും രാജീവിനെയായിരുന്നു. മിസോ കരാർ, ആസാം കരാർ, പഞ്ചാബ് കരാർ എന്നിവയിൽ രാജീവ് ഒപ്പുവെച്ചു. കമ്പ്യൂട്ടറുകൾ, വിമാനങ്ങൾ, പ്രതിരോധ വാർത്താവിനിമയ ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടെയുള്ള സാങ്കേതിക വ്യവസായങ്ങൾക്കുള്ള ഇറക്കുമതി ചുങ്കം കുറച്ചു രാജീവ് ഗാന്ധി. അതിവേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു രാജീവ്. 7ാം പഞ്ചവത്സര പദ്ധതിയിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 5.6% അങ്ങനെ പുതിയൊരു ഇന്ത്യയെ സൃഷ്ടിച്ചുകൊണ്ട് രാജീവ് വിടവാങ്ങി. ആ നേട്ടത്തിന്റെ അവകാശികളാണ് നമ്മൾ ഓരോരുത്തരും.